ജോർജിയയിലെ ലൈഫ് വളരെ ഈസിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ദ റിയൽ ട്രൂത്ത് ഈസ് അത് വേറെയാണ്. ഞാൻ കേരളത്തിൽ നിന്ന് ജോർജിയയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ കരുതിയതും അക്സെപ്റ്റ് ചെയ്തതും റിയാലിറ്റിയും അത് വേറെയാണ്. രണ്ടും രണ്ടാണ്. റിയാലിറ്റി ഡിഫറെൻ്റ് ആയിരുന്നു എക്സ്പീരിയൻസ് ചെയ്ത്. ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജോർജിയയിലെ ലൈഫ് എക്സ്പീരിയൻസിനെ പറ്റി സംസാരിക്കുകയാണ്. ജോർജിയയിൽ എങ്ങനെയാണ് താമസിക്കുന്നത്, എങ്ങനെയാണ് റെൻറ്റ്, എക്സ്പെൻസ്, കാര്യങ്ങൾ, ഇവിടുത്തെ ഫുഡ് കോസ്റ്റ്, ഇവിടുത്തെ ലിവിങ് എക്സ്പീരിയൻസ് എല്ലാം ഞാൻ സംസാരിക്കാൻ പോവുക ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഗുണമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്കറിയാം, ഞാൻ ജോർജിയയിലാണ് താമസിക്കുന്നത് കറൻ്റ്ലി. പക്ഷേ ഞാൻ ആദ്യത്തെ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഓരോ പോയിൻ്റായിട്ട് പോവാം. അപ്പം ആദ്യം ഞാൻ ഓരോ പോയിൻ്റും ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് ജോർജിയ ചൂസ് ചെയ്തെന്നാണ്. അപ്പോൾ ഞാൻ ജോർജിയ ഇവിടെ എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉക്രൈനിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വാർ കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഞാൻ അവിടെ 2 വർഷം പഠിച്ചതാണ്. ഇപ്പം ഞാൻ കറൻ്റ്ലി ഇവിടെ 4ാമത്തെ വർഷം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോർജിയയിൽ. അപ്പം ആ സമയത്ത് വാർ കാരണം ഞാൻ 1 വർഷം നാട്ടിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അടുത്ത ട്രാൻസ്ഫർ ഓപ്ഷൻ ജോർജിയയാണ്, എല്ലാവരും ബെറ്ററാണെന്ന് പറഞ്ഞ് അവസാനം ജോർജിയയിലോട്ട് ട്രാൻസ്ഫർ എടുത്താണ് ഞാനിവിടെ വന്നത്. പഠിക്കാൻ വേണ്ടിയാണ് വന്നത്, വർക്കിനോ കാര്യത്തിനോ അല്ല. MBBS പഠിക്കാൻ വേണ്ടിയും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് ട്രാൻസ്ഫർ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് 2ാമത്തെ ഇയറിൻ്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതാണ് ഞാനിത് ചൂസ് ചെയ്തത്. പിന്നെ 2ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും, ഇവിടുത്തെ എയർപോർട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ എയർപോർട്ട് എക്സ്പീരിയൻസ് സത്യം പറയാമല്ലോ, നല്ല വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമൊക്കെ വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിലിടയ്ക്ക് പോകും ലീവിന്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇന്ത്യൻസിനെയൊക്കെ പൊതുവേ കുറച്ച് ഹേറ്റുള്ള രാജ്യമാണിത്. അപ്പം അതുകൊണ്ട് തന്നെ എയർപോർട്ടിലൊക്കെ കുറേ നേരം പിടിച്ചു നിർത്തും നമ്മളെല്ലാം. എന്നിട്ട് കുറേ ചോദിക്കും. ബാക്കിയുള്ളവർ, അവരെ കണ്ടിട്ടുള്ള ആൾക്കാരെ വേറെ പ്രശ്നമില്ല, അവർ വേറെ പ്രശ്നമില്ലാതെ അവർ ഒന്ന് സുഖമായിട്ട് വിടും. നമ്മളവിടെ ഇമിഗ്രേഷൻ പ്രോസസ്സിൽ പിടിച്ചു നിർത്തിയിരിക്കും. അതൊരു വല്ലാത്തൊരു ഇൻഇക്വാളിറ്റി പോലെ എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ക്ലൈമറ്റിനെ പറ്റി പറയാം. ക്ലൈമറ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് പറയാനാണ്, ക്ലൈമറ്റ് ഇവിടെ ഉക്രൈനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. ഇവിടെ ഉക്രൈൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല റഷ്യയുടെ അടുത്തായതുകൊണ്ട് നല്ല സ്നോ ആയിരുന്നു. നടക്കാനും കാര്യങ്ങളൊന്നും പറ്റൂല. നല്ല -30 ഡിഗ്രിയൊക്കെ പോവും. പിന്നെ ഇപ്പം ഇവിടെ ഇന്നലെ സ്നോ ഉണ്ടായിരുന്നു. ഇത് ഇടയ്ക്കേ വരുള്ളൂ. ഈ വർഷം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ സ്നോഫാളൊക്കെ കുറവാണ്. പക്ഷേ ഇവിടുത്തെ വേറൊരു സിറ്റി ഉണ്ട്, അത് നമ്മളെ ബത്തൂമി എന്ന് പറയും. അവിടെ കുറച്ച് കൂടുതലാണ് സ്നോ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെയൊക്കെ ടിബിലിസിയിലാണ്, ഞാൻ ക്യാപിറ്റൽ സിറ്റിയിലാണ്, അവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര സീനില്ല. പക്ഷെ തണുപ്പ് വന്നാൽ ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു -7 -10 അത്രേ പോവുള്ളൂ. -10 മുകളിൽ പോണത് റെയറാണ് ഇവിടെ. അതിൻ്റെ താഴേക്ക് ഇവിടെ നിൽക്കുകയുള്ളൂ എപ്പോഴും. പിന്നെ നമുക്ക് എങ്ങനെയും പിടിച്ച് നിൽക്കാൻ പറ്റും. ഇപ്പോൾ പെട്ടെന്ന് വരണവരൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രിക്കോഷൻ കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ അസുഖമുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണം. അല്ലാതെ നോക്കണമെങ്കിൽ ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്, ഒരു സീനും ഇല്ല. അപ്പം അതാണ് ക്ലൈമറ്റിനെ പറ്റി പറയാനുള്ളത്. ക്ലൈമറ്റ് സത്യം പറഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ചൂട് വന്നാൽ എക്സ്ട്രീം ചൂടാണ്. ഒരു 40 ഡിഗ്രി 42 ഡിഗ്രിയൊക്കെ പോകും. നല്ല ചൂടാണ്, നല്ല രീതിയിൽ വേർക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അടുത്ത പോയിന്റ് പറയാനാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ ബിഹേവിയർ എനിക്ക് ഏറ്റവും വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് ആൾക്കാരിൽ നിന്ന് കിട്ടിയത്. അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാനത് പറയാം. പക്ഷേ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുകയാണ്. അത് ബിഹേവിയർ നല്ല മോശമാണ്. ഇവിടെ എനിക്ക് അത്ര നല്ല ആൾക്കാരെ ഇതായിട്ട് തോന്നിയില്ല. എന്നാലും കാണും, എല്ലാ ലോകത്തും നല്ല ആൾക്കാരും അഴുക്ക ആൾക്കാരും കാണും. പക്ഷേ ഇവിടെ മെജോറിറ്റിയും അഴുക്ക ആൾക്കാരാണ്. പക്ഷേ ഒരു 10-20% നല്ല ആൾക്കാരും ഉണ്ട്. നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നിന്ന എക്സ്പീരിയൻസിൽ എനിക്ക് കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ എൻ്റേതാണ് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തത് പറയാനാണെങ്കിൽ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് പറയാം. എങ്ങനെയാണ് ഇവിടുത്തെ പൈസ ലിവിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതാവണമെന്ന് പറയാം. അത് എനിക്ക് ഏകദേശം ഒരു
35K 40K നിയർ അബൌട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും അത് പാടാണ് ഇവിടെ ജീവിക്കാൻ. ഞാൻ ഉക്രൈനെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ ഇവിടെ നല്ല പാടാണ്. ഇവിടെ ഉക്രൈൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വില കുറവാണ്. എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഇന്ത്യയിലെ എന്ന് വെച്ചാൽ ഉക്രൈൻ്റെ ഒരു ഇതെടുത്താൽ ഇന്ത്യയിലെ ഏകദേശം 2.74 റുപ്പീസേ വരുന്നുള്ളൂ. പക്ഷെ ഇവിടുത്തെ ഒരു ലാറി എടുത്താൽ ഇന്ത്യയിലെ ഏകദേശം 35 റുപ്പീസാണ് വരുന്നത്. അത് നല്ല എമൗണ്ടാണ്. 10-12 ഇരട്ടി പ്രൈസ് കയറിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പെട്ടെന്ന് വന്നപ്പോൾ എനിക്ക് താങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ജീവിച്ച് പോകണം. പാരൻസിൻ്റെ കാര്യവും എല്ലാവരും കൂടെ നോക്കി നമുക്ക് ജീവിച്ച് പോകണം. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു. എന്നാലും ഇപ്പോൾ ഓക്കെ, ഇനി 1 വർഷം കൂടി ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. അതാണ് ഇവിടുത്തെ ഏകദേശം. നമുക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ. ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്. റെൻറ്റ്, ഞാൻ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഏകദേശം ഒരു $600 $700 ഉണ്ട്. അപ്പോൾ ഒരാൾ ഇപ്പോൾ ആൾക്കാർ എണ്ണം കൂടണം. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അതൊക്കെ കൂടെ ആകുമ്പോൾ നമുക്കൊന്ന് കുറയ്ക്കാം. അല്ലാതെ ഒറ്റയ്ക്കൊക്കെ നിൽക്കണമെങ്കിൽ ഏകദേശം $400 പെർ മന്ത് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ നല്ല എക്സ്പെൻസാണ്. അപ്പാർട്ട്മെൻറ്റ് റെൻ്റെല്ലാം നല്ല എക്സ്പെൻസാണ്. അതുകൊണ്ട് നിൽക്കാൻ നല്ല പാടാണ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ റെൻറ്റിൻ്റെ കാര്യത്തിലും ഇവിടെ നല്ല ഹൈ ആണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഫുഡ് എടുക്കണമെങ്കിലും നല്ല, നാട്ടിലേക്ക് അപേക്ഷിച്ച് നോക്കണമെങ്കിൽ നല്ല എമൗണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചിരുന്നുണ്ട്. ഓരോ കടയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എന്തായാലും ഫുഡ് നോക്കണമെങ്കിലും നല്ല പാടാണ്. നല്ല ഹൈ എമൗണ്ടാണ് ഇവിടെ എല്ലാം. പിന്നെ ഇവിടുത്തെ ഒരു ലോക്കൽ ഫുഡ്സ് ഉണ്ട്. അത് നല്ല അഫോർഡബിൾ ആണ്. ഏകദേശം നാട്ടിലെ 60 രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നത്. സ്റ്റാർട്ടിങ് തന്നെ 60-80 രൂപ. അതൊരു ചെറിയൊരു സാധനമാണ്. പക്ഷെ അത് നല്ലൊരു ടേസ്റ്റാണ്. നമുക്കത് കഴിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമില്ല അത്. പിന്നെ ഫുഡ് ഇവിടെ നല്ല ഹൈ ആണ്, പ്രൈസ് ഹൈ ആണ്. പിന്നെ ലാംഗ്വേജ് ഇവിടെ എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ജോർജിയന് സംസാരിക്കും, റഷ്യന് സംസാരിക്കും, ഇംഗ്ലീഷ് ഇവിടെ മേജർ പ്രോബ്ലമാണ്. വെളിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഭയങ്കര പാടായിരിക്കും ഇവിടെ സംസാരിച്ച് നിൽക്കാൻ. ഇവിടെ ഇംഗ്ലീഷ് ഭയങ്കര പാടാണ്, ടഫാണ്. ഇംഗ്ലീഷ് ഇവർക്ക് അറിഞ്ഞുകൂടാ ആർക്ക്. ഇപ്പോഴാണ് അവർ കുറച്ച് ആൾക്കാർക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഓരോ കോളേജുകൾക്കും കാര്യങ്ങൾക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർക്ക് ജോർജിയൻസിന് ജോർജിയൻ മാത്രമേ നല്ല രീതിയിൽ അറിയൂ. പിന്നെ റഷ്യ അറിയായിരിക്കും, അല്ലാതെ വേറൊരു ഭാഷയും അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്തൊക്കെയോ ചെറിയ വാക്കുകളൊക്കെ പഠിച്ച് തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമില്ല അതിലും. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമില്ല, ഓക്കെയാണ്. എങ്ങനെയൊക്കെ നമുക്ക് പിടിച്ചിരിക്കാനുള്ള ഹലോ, താങ്ക് യു, അങ്ങനത്തെ വാക്കുകളെല്ലാം അതെല്ലാം നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ചെറിയ ഭാഷകൾ ഇവിടെ പിടിച്ചിരിക്കാൻ. പിന്നെ ഞാൻ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും ഇവിടെ ലാംഗ്വേജ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ള കാരണം ലാംഗ്വേജ് ഇവിടെ ആർക്കും അറിഞ്ഞൂടാ. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഇപ്പം പ്രായമുള്ളവരായാലും എന്തെങ്കിലും ആയാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരെന്തും ചെയ്യാനും. അവർക്ക് ഇവിടെ നിന്ന് കയറി പോകാനോ വയ്ക്കാനോ എല്ലാം പാടാണ്. അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അപ്പാർട്ട്മെൻറ്റിലെ റെൻറ്റ് നല്ല ഡിസഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് ചില ലോക്കൽ ഫുഡ്സൊക്കെ കൊള്ളാം. പിന്നെ അഫോർഡബിളിൽ കുറച്ച് ചില സ്ഥലം നമ്മൾ കണ്ടെത്തണം, അത് ഭയങ്കര പാടാണ്. പിന്നെ മാർക്കറ്റിൽ ഓക്കെ പറയാൻ പറ്റൂ. എല്ലാവരും പറയും മാർക്കറ്റിൽ പോയി നിങ്ങൾക്ക് വാങ്ങാം, മാർക്കറ്റിൽ റേറ്റ് കുറവായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ ഫീൽ ആയിട്ടില്ല. മാർക്കറ്റിലും റേറ്റ് ഇവിടെ കൂടുതലാണ് നാട്ടിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അത് എന്താണെന്ന് തന്നെ നമ്മൾ നോക്കണം. പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഇവിടെ ആർക്കൊക്കെ ഇവിടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ വഴിയില്ല, ബുദ്ധിമുട്ട്, ജോർജിയയിൽ തന്നെ ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രമേ ഇവിടെ വരാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി അല്ലാത്തവർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൺട്രികളുണ്ട് ചൂസ് ചെയ്യാൻ. എല്ലാ റിവ്യൂ നിങ്ങൾ നോക്കിയിട്ട് മാത്രം പോയാൽ മതി. കാരണം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അത്രയ്ക്ക് വേറെ ഗതി ഇല്ല എന്നുള്ള ഇത് വന്നാൽ മാത്രമേ ജോർജിയ ചൂസ് ചെയ്യാവൂ. വേറെ കുഴപ്പമൊന്നുമില്ല, ജീവിച്ച് പോകാനൊക്കെ പറ്റും. എങ്ങനെയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. ഇവിടെ വാറിന് ശേഷം കുറേ പിള്ളേർ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മാത്രം റിവ്യൂ നിങ്ങൾ എടുക്കല്. നിങ്ങളെല്ലാവരും കൂടെ നോക്കി സെറ്റായിട്ട് മാത്രം തീരുമാനം എടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ എബ്രോഡുള്ള ലൈഫ് എല്ലാവരും ചിന്തിക്കുന്നത് ഭയങ്കര എളുപ്പമായിരിക്കും, ഈ ലൈഫൊക്കെ നല്ല ഇതാണ്. നമ്മളിവിടെ വന്ന് കഷ്ടപ്പെട്ട് അനുഭവിച്ചറിഞ്ഞാലേ ഓരോ കൺട്രിയിലെ നമുക്ക് മനസ്സിലാവും.
അപ്പം അങ്ങനെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അതൊന്നും നല്ല പാടാണ് നമുക്ക്. അപ്പം സത്യം പറഞ്ഞാൽ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ വേണ്ടി ഇരുന്ന വീഡിയോ. ബിക്കോസ് നിങ്ങളെന്തായാലും എല്ലാവരും നോക്കുന്നതായിരിക്കും, കുറേ പേര് ഇപ്പോഴും ജോർജിയ വരാൻ വേണ്ടി നിൽക്കണമായിരിക്കും. പക്ഷേ ഇതെല്ലാം അവർക്കൊരു യൂസ്ഫുൾ വീഡിയോ ആവട്ടെ. നിങ്ങൾ എങ്ങനെയും നല്ല രീതിയിൽ എല്ലാ റിവ്യൂവും കണ്ട് കാര്യങ്ങൾ എടുത്ത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക, ജോർജിയ വരണോ വേണ്ടയോ. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് ഗുണപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇനിയും ജോർജിയയിലെ റിലേറ്റഡ് കുറേ വീഡിയോസും കാര്യങ്ങളും എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. ഗുഡ് ബൈ.